ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് OneCardൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ബോക്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പേര്, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ചെറിയ ബോക്സ്. പുറകിൽ നമ്മുടെ ജസ്റ്റ് ഇവരുടെ അഡ്രസ്സ് മുംബൈയിൽ നിന്നാണ്ടാണ് കാർഡ് വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ് പിന്നെ പുറകിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ജസ്റ്റ് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ബോക്സ് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് രണ്ട് സാധനങ്ങളാണ്. ഒന്നൊരു ബുക്കും പിന്നെ നമ്മുടെ കാർഡും. അല്ല, ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് 150 പേജുള്ളൊരു ബുക്കാട്ടോ, നമുക്ക് പിന്നെ വായിക്കാം. നമുക്ക് നമ്മുടെ കാർഡിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കാർഡ് വെച്ചേക്കുന്നൊരു ബോക്സ്. നല്ല കട്ടിയുള്ളൊരു സാധനമാണ്. എന്നാണ് നമുക്കിത് പൊട്ടിച്ച് നോക്കാം. നല്ല കട്ടിയുള്ളൊരു പശയൊക്കെ വെച്ചിട്ടാട്ടോ മരുന്ന് ഒട്ടിച്ച് വെച്ചേക്കണേ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാർഡ് ഇരിക്കണേ. നല്ല അടിപൊളിയായിട്ടാട്ടോ അവർ വെച്ചേക്കണേ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് 2 പേപ്പർ കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് വേറൊന്നുമില്ല, കൺട്രോൾ ലോക്ക്, ട്രാക്ക് എക്സ്പെൻസ്, അങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിൽ പേപ്പർ പോലത്തെ ഒരു പേപ്പറാണ്. ഹൈഫൈ അങ്ങനെ ജസ്റ്റ് എന്തൊക്കെയോ എഴുത്തും കുത്തും. അതിൻ്റെ help@get1card.app ജസ്റ്റ് അത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നാണല്ലോ നമുക്ക് നമ്മുടെ കാർഡ് ഇതിൻ്റെ അകത്ത് പറിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കാർഡ്. എന്നാണല്ലോ നല്ല അടിപൊളി ഒരു കാർഡാണ് കേട്ടോ. ഇത് OneCardൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OneCard ഒരു മെറ്റൽ കാർഡായിട്ടാണ് നമുക്ക് കിട്ടുക. അത്യാവശ്യം നല്ല കിടിലൻ സാധനം കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. അതിൻ്റെ ബാഗ് ഇങ്ങനെ വരും. ഇതാണ് അതിൻ്റെ ഡിസൈൻ. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ഈ കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു നല്ല ക്രെഡിറ്റ് സ്കോർ അറൗണ്ട് 700+ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് OneCard ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ മെറ്റൽ കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ മെറ്റൽ കാർഡ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ 50 രൂപയ്ക്കും റിവാർഡ് പോയിൻ്റ് വെച്ച് ലഭിക്കും. അതുപോലെ തന്നെ ഈ റിവാർഡ് പോയിൻറ്റ്സ് ഒരിക്കലും എക്സ്പയർ ആവത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ വേറെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി മിക്ക എല്ലാ ബാങ്കിൻ്റെയും തന്നെ റിവാർഡ് പോയിൻറ്റ്സിനൊക്കെ റിഡീം ചെയ്യുമ്പം ഒന്നെങ്കിൽ ഒരു ഫീസ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഈ റിവാർഡ് പോയിൻറ്റ്സ് എക്സ്പയർ ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അങ്ങനത്തെ രണ്ടും എനിക്ക് നല്ല അടിപൊളി ഫീച്ചറായിട്ട് തോന്നി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പല ബാങ്കുകളുടെ സപ്പോർട്ട് ഉണ്ടാവും. അതായത് IDFC ബാങ്കിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ SBM ബാങ്ക്, അങ്ങനെ പല ബാങ്കുകളായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുക. നമുക്ക് BOB ഫിനാൻഷ്യൽസ് ആണ് നമുക്ക് ഇത് ഇഷ്യൂ ചെയ്ത് തന്നേക്കുന്നത്. ഗൈസ്, ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും OneCard റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് ടൈപ്പ് ചെയ്തേക്കുക.